ഗോവിന്ദച്ചാമി ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് പിടിയിലായിരിക്കുകയാണ്. പാമ്പുകളുള്ള കിണറ്റിൽ നിന്നാണ് പിടിയിലായതെന്നാണ് അറിയാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ചാടിയ ആഘാതത്തിൽ ഒരു കിട്ടിയ കിണറ്റിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഉദ്ധവ്? അതായത് ഗോവിന്ദച്ചാമിയെ തളാപ്പ് വെച്ചിട്ട് നാട്ടുകാർ കണ്ട് ഗോവിന്ദച്ചാമി അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒരാൾ താമസമില്ലാത്ത ഒരു വീടിൻ്റെ അകത്തേക്ക് ഓടിക്കയറി. നാട്ടുകാർ അപ്പം തന്നെ പോലീസിനെ വിവരറിയിച്ചു. പോലീസ് വന്ന് വീട് വളഞ്ഞ സമയത്ത് ഗോവിന്ദച്ചാമി ഇറങ്ങി ഓടിയത് നേരെ ഈ കിണറ്റിലേക്കാണ് ഓടി ഒളിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആൾപ്പാർപ്പില്ലാത്ത വീടാണ്, കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത കിണറുമാണ്, അതിനകത്ത് പാമ്പുകളൊക്കെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തോ ഭാഗ്യത്തിന് ഗോവിന്ദച്ചാമി പാമ്പ് കടിയൊന്നും ഏൽക്കാതെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോലീസിന് ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം പിടിക്കാനും സാധിച്ചു. പോലീസിന് അത് പിടിക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവും. വലിയ നടപടികളിലേക്കും പോലീസിന് ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ നാണക്കേടും ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനൽ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ ഒരു പ്ലാനിങ്ങിന്റെ അവസാനമായിട്ട് അയാൾ അതിനകത്തുനിന്ന് ജയിൽ ചാടി പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലം, അതായത് 10ാം ബ്ലോക്കിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗോവിന്ദച്ചാമി താമസിക്കുന്ന ജയില്. അത് ഗോവിന്ദച്ചാമിക്ക് മാത്രമായിട്ട് ഒരു ജയിലറയാണ്. അയാൾക്ക് ഒറ്റയ്ക്കാണ് അതിനകത്ത് താമസിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ ജയിലിന്റെ അഴി മുറിച്ചു മാറ്റാനുള്ള ശ്രമം അയാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടെ തന്നെ ഗോവിന്ദച്ചാമി ഇന്നലെ അതിൻ്റെ അന്തിമമായിട്ട് ആ പരിപാടി പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 1:15 ഈ അഴിക്കുള്ളിലൂടെ രക്ഷപ്പെട്ടിട്ട് അയാൾ ജയിലിൽ ചാടി പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ജയിലിൽ ചാടി പുറത്തേക്ക് വന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് അല്ലെങ്കിൽ ജയിൽ അധികൃതർ ഈ കാര്യം അറിഞ്ഞ് അത് പോലീസിനെ അറിയിക്കുന്നത്. രാവിലെയോടുകൂടി 6:30 മണിയോടുകൂടിയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തി. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു. അതായത് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാതെ ഈ സമയത്ത് ഇറങ്ങുന്ന ആൾക്ക്, അതായത് മറ്റ് ആരും അധികം യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം കൊടുക്കുക, അതായത് പുറത്തുനിന്നുള്ള ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദച്ചാമി പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പൊതുഗതാഗത സംവിധാനം ഗോവിന്ദച്ചാമി ഉപയോഗിച്ചതായിട്ട് ആ സന്ദർഭങ്ങളിൽ അതുവഴി പോയിട്ടുള്ള വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഗോവിന്ദച്ചാമി നടന്ന് ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ രണ്ടാമത്തെ നിഗമനം ഉണ്ടായിരുന്നത്. ആ രണ്ടാമത്തെ നിഗമനം ഒരു പക്ഷേ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഈ ഗോവിന്ദച്ചാമി ജയിലിൻ്റെ അവിടെ നിന്നും ഒരു 4 കിലോമീറ്ററോളം മാറി തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറി പോകുന്നത്, ആളൊഴിഞ്ഞ വീടിൻ്റെ പരിസരത്തൂടെ നടന്നു പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോൾ ഗോവിന്ദച്ചാമി മതിൽ ചാടി ഈ വീടിനകത്തേക്ക് ഓടിക്കയറി എന്നുള്ളത് പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഈ വീട് വളഞ്ഞു, പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വന്നപ്പോൾ ഈ കിണറിലേക്ക് പോയി. കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോൾ ഗോവിന്ദച്ചാമി പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തി. ഒരു പോലീസുകാരൻ്റെ മുഖത്തിടിച്ചു. അതിനുശേഷം പോലീസ് വട്ടം പിടിച്ച് ജീപ്പിനകത്തേക്ക് പിടിച്ച് കയറ്റി ഇപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇനി വൈദ്യപരിശോധന നടത്തണം. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിട്ട് അടുത്ത തുടർ നടപടികളും കാര്യങ്ങളൊക്കെ ഇടിച്ചു നോക്കും അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുമാത്രമല്ല, കിണറ്റിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ നികേഷ് കുമാറൊക്കെ പണ്ട് കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുപോലെ ഇറങ്ങിയതായിരിക്കും അത്. അറിയില്ല, അത് വേറെ ഇത് വേറെ. ഇത് ഗോവിന്ദച്ചാമി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിലേക്ക് ചാടിയാലും അയാൾക്ക് അറിയില്ല. ഇത് പക്ഷേ ഉപയോഗശൂന്യമായ കിണറായിരുന്നു അല്ലേ? അതെ. അപ്പൊ അവിടെ ഉഗ്രവിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ട്, അവിടെ ഉഗ്രവിഷമുള്ള പാമ്പുകളൊക്കെ ഗോവിന്ദച്ചാമിയെ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടോ? മിക്കവാറും എന്നെക്കാൾ വലിയ മൂർഖനെന്ന് ഓടിക്കാണ്. അതെ, ഏതായാലും ഒരു വലിയ ആശ്വാസമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കൊടും കുറ്റവാളിയെ പിടിക്കാൻ കഴിഞ്ഞു, വളരെ വേഗതയിൽ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും വലിയൊരു നേട്ടം തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രതിപക്ഷമൊക്കെ ഇത് ഉപയോഗിക്കുമെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും നിരപരാധികളായ പെൺകുട്ടികൾക്കൊക്കെ ശല്യമായി മാറിയാണ്. ഇയാൾ കേരളത്തിൽ തന്നെ തുടർന്നാൽ, ഇയാൾ ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകളൊക്കെ, ഇയാൾ ഒന്നും നോക്കുന്ന ആളല്ലല്ലോ, സ്വാഭാവികമായും ഒരു അതീവ സുരക്ഷ വേണ്ടി വരുമായിരുന്നു. അന്ന് ഈ സൗമ്യയ്ക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞ ഒരു വലിയ നേട്ടം തന്നെ ആയിട്ട് കണക്കാക്കപ്പെടാം.
തീർച്ചയായിട്ടും ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലീസിന് വലിയ നാണക്കേടാകും, ആഭ്യന്തര വകുപ്പിന് നാണക്കേടാകും, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ പോലീസ് വളരെ കൃത്യമായിട്ട് ആ പോലീസിന് വിവരം ലഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ച് കണ്ണൂരിൽ നിന്ന് തന്നെ ഈ ഗോവിന്ദചാമിയെ കണ്ടെത്താൻ അല്ലെങ്കിൽ പിടിക്കാൻ സാധിച്ചു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പോലീസിൻ്റെ ഈ പറഞ്ഞ ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേടുമാണ്. ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ സൂപ്രണ്ടും DGPയും ഒക്കെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികൂട്ടിൽ നിൽക്കേണ്ടി വരും. കാരണം ഗോവിന്ദചാമിയെ പോലെ അത്രയും വലിയ ക്രിമിനലിനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുന്ന ഒരു ജയിലിന്, ആ ജയിലിന് കൃത്യമായിട്ട് മോണിറ്ററിംഗ് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ ജയിലിന് തൊട്ട് മുൻപിലായിട്ട് ഗാർഡ് റൂം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയിലിന് തൊട്ട് മുൻപിലായിട്ട് ഗാർഡ് റൂം ഉണ്ടെങ്കിൽ ഈ ഗോവിന്ദചാമി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ഗോവിന്ദചാമി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ജയിലിൻ്റെ അഴി മുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇതൊന്നും ഈ ഗാർഡ് റൂമിലുള്ളവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അതല്ല അവരറിഞ്ഞിട്ട് ഗോവിന്ദചാമിക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തതാണെങ്കിൽ അതിനും അവർ ഉത്തരം പറയേണ്ടി വരും. ഗാർഡ് റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഗോവിന്ദചാമി 1:15 ജയിൽ ചാടി പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റിയില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ജയിൽ അധികൃതർ അല്ലെങ്കിൽ ജയിലിനകത്ത് സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു പരിശോധന നടത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും പോലീസും ജയിൽ വകുപ്പും ഇത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. ജയിൽ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇത് വന്ന വലിയ വീഴ്ച ഏതെങ്കിലും ഒരാളുടെ തലയിലോട്ട് കെട്ടിവെച്ചിട്ടൊരു സസ്പെൻഷൻ നടപടികൾ ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ജയിൽ സൂപ്രണ്ടിൻ്റെ പേരിലും നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ചെറിയൊരു കേസ്. ഇതിനു മുമ്പും നിരവധി ആളുകൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി പുറത്തു പോയിട്ടുണ്ട്. പല രീതിയിൽ അവർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് വളരെ രസകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജയിലിലുള്ള ആളുകളെ കൊണ്ടാണല്ലോ ജയിലിലെ ജോലികളൊക്കെ മിക്കവാറും ചെയ്യിപ്പിക്കാറ്. അങ്ങനെ ഒരു കുറ്റവാളിയാണ് ഈ ജയിലിലേക്ക് വരുന്ന പത്രങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ജയിലിലേക്ക് വരുന്ന പത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് റൂട്ടിലാണ് ഈ ജയിലുള്ളത്. കണ്ണൂരിൽ നിന്ന് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ ജയിലുള്ളത്. അപ്പം ഈ മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരത്തൊന്നും അല്ലാതെയാണ് ഈ പത്രങ്ങൾ ഇടുന്നത്. അപ്പം ഒരു കുറ്റവാളി രാവിലെ ആ പത്രം എടുക്കാൻ വരുന്നു, ആ പത്രം എടുക്കാൻ വന്ന കുറ്റവാളി നേരെ ബസ് കയറി അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഇതിന് തൊട്ട് മുൻപേ ഉണ്ടായിട്ടുണ്ട്. പോലീസ് പക്ഷേ അയാളെ പിടിച്ചു, അധികം ദൂരം അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ അവിടെയുള്ള എത്ര വലിയ ക്രിമിനലുകളായാലും എങ്ങനെ ആയിക്കഴിഞ്ഞാലും അവർക്ക് ഏത് രീതിയിലാണ് അവരെ എവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നത്, അവരുടെ സുരക്ഷ മാത്രമല്ല അവർ പുറത്തിറങ്ങാതിരിക്കാൻ അവരെ ഏതൊക്കെ രീതിയിൽ ഇവർ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് എന്നത് ഒരു ചെറിയ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് പോയി. അതീവ സുരക്ഷയുള്ള ജയിൽ, കേരളത്തിലെ നമ്പർ 1 ജയിൽ എന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ അറിയപ്പെടുന്നത് തന്നെ. ഒരുവിധം കുറ്റവാളികളെ, കൊടും ക്രിമിനലുകളെയൊക്കെ കൊണ്ടേ പാർപ്പിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടേ പാർപ്പിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സുരക്ഷ, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന മുൻകരുതലുകൾ എന്താണ് എന്നത് ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നത്തിലേക്ക് പോയി. കണ്ണൂർ ജയിൽ സൂപ്രണ്ടും അതോടൊപ്പം തന്നെ ജയിൽ DGPയും ഒക്കെ ഇതിൽ വിശദമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരും. ഇതിന് ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഗോവിന്ദചാമി ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദചാമിയെ പിടിക്കാൻ സാധിച്ചു എന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. പക്ഷേ ജയിൽ ചാടി എന്നത് ജയിൽ സൂപ്രണ്ടിനെയും അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പിനെയും അത് പ്രതികൂട്ടിലാക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.